ആത്മബന്ധു, ഈ രാത്രി നന്മകളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നല്ലതു മാത്രം പറഞ്ഞ് സ്വസ്ഥരാകുവാൻ, മനസ്സിനെ ശാന്തമാക്കുവാൻ തയ്യാറായോ? സ്വസ്ഥതയും ശാന്തതയും സമാധാനവും നമുക്ക് ലഭിക്കാത്ത ഒന്നാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒന്നുമില്ല. പണമില്ല, നേട്ടങ്ങളില്ല, ആഘോഷങ്ങളില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ? നോക്കൂ, എന്തൊക്കെയുണ്ടായാലും ചിലപ്പോൾ ഈ പറയുന്ന ശാന്തിയും സമാധാനവും ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒന്നുമില്ലാത്തപ്പോൾ, ഒന്നുമല്ലാത്തപ്പോൾ ഈ ശാന്തിയും സൗഖ്യവും നമ്മളെ തേടി വരികയും ചെയ്യും. മഹാഭാരതത്തിൽ നിന്ന് ഒരു കഥ പറയാം. ഒരിക്കൽ യുധിഷ്ഠിരൻ അതിഗംഭീരമായ ഒരു യജ്ഞം നടത്തി. രാജാവായ യുധിഷ്ഠിരൻ നടത്തുന്ന യജ്ഞത്തിന് എത്രമാത്രം വിശാലമായതും എത്രമാത്രം വിശേഷമായതായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. അതിഗംഭീരമായ യജ്ഞം, പ്രാർത്ഥനാ നിർഭരവും എന്നാൽ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഗരിമയോടും കൂടിയിട്ടുള്ള യജ്ഞം. യജ്ഞം പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു തൃപ്തിയുണ്ടല്ലോ. ആ തൃപ്തിയോടുകൂടി യജ്ഞശാലയിലിരിക്കുകയാണ് യുധിഷ്ഠിരൻ. ഈ സമയം ഒരു കീരി ആ യജ്ഞവേദിയിലേക്ക് വരികയും യജ്ഞം നടന്ന പ്രദേശത്ത് ഹോമകുണ്ടത്തിലെ ചാരത്തിൽ വന്നൊന്ന് വീണുരുളുകയും ചെയ്തു. വീണുരുണ്ടതിനു ശേഷം മാറി നിന്ന് സ്വശരീരം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് കീരി. വീണ്ടും വന്ന് ചാരത്തിൽ ഉരുളുന്നു. ഇത് കണ്ടുനിന്ന യുധിഷ്ഠിരന് സ്വാഭാവികമായും ഒരാകാംക്ഷ തോന്നുമല്ലോ. യുധിഷ്ഠിരൻ കീരിയോട് ചോദിച്ചു, എന്തായി കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് നിന്റെ ശരീരം പകുതി സ്വർണമായിരിക്കുന്നത്? നീ എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് ഈ ചാരത്തിൽ ഉരുളുന്നത് എന്ന്. കീരിയുടെ ശരീരം പകുതിയും സ്വർണത്തിലാണ്. എന്നാൽ ഇനി പകുതി സ്വർണമാകാനുണ്ട് താനും. കീരി യുധിഷ്ഠിരനോട് പറഞ്ഞു, ഞാൻ മറ്റൊരു യജ്ഞശാലയിൽ പോയിട്ട് വരികയാണ്. ആ യജ്ഞശാലയിലെ മണ്ണിൽ കിടന്നുരുണ്ടപ്പോൾ ആ യജ്ഞശാലയിലെ പ്രത്യേകമായ അവസ്ഥകളിൽ എൻ്റെ ശരീരം സ്വർണ്ണ നിറമാകുന്നത് ഞാൻ മനസ്സിലാക്കി. അപ്പോഴാണ് അറിയുന്നത് യുധിഷ്ഠിരൻ എന്ന മഹാരാജാവ് മഹായജ്ഞം നടത്തുന്നുവെന്ന്. ഒരു സാധാരണ യജ്ഞശാലയിൽ നിന്ന് എൻ്റെ ശരീരത്തിൻ്റെ പകുതി സ്വർണമായി മാറിയെങ്കിൽ രാജാവ് നടത്തുന്ന യജ്ഞശാലയിൽ തീർച്ചയായും ശരീരം മുഴുവനും സ്വർണമായി മാറുമല്ലോ. ആ ആഗ്രഹത്താലാണ് ഞാനിവിടെ വന്നത്, ഈ ഹോമകുണ്ടത്തിൽ കിടന്നുരുണ്ടത്. പക്ഷെ നോക്കൂ, എൻ്റെ ശരീരം സ്വർണമായില്ല, അത് പഴയതുപോലെ തന്നെ ഉണ്ടല്ലോ എന്ന്. ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരന് ഒന്നുകൂടി ആകാംക്ഷയായി. മറ്റൊരു യജ്ഞശാലയിൽ പോയപ്പോൾ കീരിയുടെ ശരീരം സ്വർണ്ണനിറമായെന്നു. അതേത് യജ്ഞശാല? ആകാംക്ഷയോടുകൂടി യുധിഷ്ഠിരൻ അന്വേഷിച്ചു. കീരി ആ കഥ പറഞ്ഞു തുടങ്ങി. ആ ദേശത്തിൻ്റെ അതിർത്തി പ്രദേശത്ത് ഒരു ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ട്. ദരിദ്രനായ ബ്രാഹ്മണൻ. ഭാര്യയും മകനും മകൻ്റെ ഭാര്യയുമൊക്കെയായിട്ടുള്ള ഒരു ചെറിയ കുടുംബം. പക്ഷേ ദാരിദ്ര്യമെന്നാൽ അങ്ങേയറ്റത്തെ ദാരിദ്ര്യം. ബ്രാഹ്മണൻ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നുണ്ട്. ആ ക്ഷേത്രത്തിൽ നേദ്യം വെക്കുന്ന ചോറ് തിരിച്ച് തൻ്റെ ഇല്ലത്തേക്ക് കൊണ്ടുവന്ന് 4 പങ്കുവെച്ച് ഭക്ഷിക്കുക, അതാണ് പതിവ്. ആ രാത്രിയും അവരത് 4 പങ്കുവെച്ച് ഭക്ഷിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഭക്ഷണത്തിനായി ഇരിക്കുമ്പോൾ ഒരു അതിഥി വന്നു. അതിഥി ദേവോ ഭവ എന്നാണല്ലോ ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നത്. അതിഥിയെ കണ്ട ഉടനെ തന്നെ യഥാവിധി സ്വീകരിച്ചിരുത്തി ബ്രാഹ്മണൻ. അതിഥി വിശന്നു വലഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ കൊണ്ടുവന്ന നേദ്യത്തിൽ തൻ്റെ പങ്ക് എടുത്തു കൊടുത്തു. അങ്ങിത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. അതിഥി അത് ഭക്ഷിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ വിശപ്പ് അറിയില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വിശപ്പ് തെല്ലും മാറിയില്ലല്ലോ എന്ന്. ഇത് കേട്ട ഉടനെ ബ്രാഹ്മണ പത്നി മുന്നോട്ട് വന്നു. ഇതെൻ്റെ ഭക്ഷണമാണ്, ഇത് അങ്ങ് കഴിച്ചോളൂ എന്ന്. ആ ഭക്ഷണവും അതിഥി കഴിച്ചു. അതിഥിയുടെ വിശപ്പ്
തെല്ലും മാറുകയുണ്ടായില്ല. ഈ സമയം ബ്രാഹ്മണന്റെ മകൻ മുന്നോട്ട് വന്നു. നോക്കൂ, ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച നേദ്യം ഞങ്ങൾ 4 പങ്കുവെച്ചതിൽ 2 പങ്കുകളാണ് അങ്ങേക്ക് തന്നത്. ഇതാ, എൻ്റെ ഈ പങ്കു കൂടി അങ്ങ് ഭക്ഷിച്ചോളൂ എന്ന്. അതിഥി ആ പങ്കും വാങ്ങി ഭക്ഷിച്ചു. പക്ഷേ അതിഥിയുടെ വിശപ്പ് അടങ്ങിയില്ല. ബ്രാഹ്മണന്റെ പുത്രന്റെ ഭാര്യ അപ്പോൾ മുന്നിലേക്ക് വന്ന് അവളുടെ പങ്കും അതിഥിക്ക് നൽകി. ആ പങ്ക് കൂടി കഴിച്ചപ്പോഴാണ് അതിഥിയുടെ വിശപ്പാറിയത്. തൃപ്തിയോടുകൂടി അതിഥി ബ്രാഹ്മണന് നന്ദി പറഞ്ഞ് മടങ്ങിപ്പോയി. അന്ന് രാത്രി ആകെയുണ്ടായിരുന്ന ഭക്ഷണം അതിഥിക്ക് നൽകിയ ബ്രാഹ്മണനും കുടുംബവും പട്ടിണി കിടന്നു. ആ വീട്ടിലേക്കാണ് കീരി എത്തിയത്. അതിഥിക്ക് കൊടുത്ത ഭക്ഷണത്തിന്റെ 1-2 വറ്റുകൾ വീണുകിടന്ന പ്രദേശത്ത് ഒരു മഹായജ്ഞം പോലെ തങ്ങൾക്ക് ലഭിച്ച ആകെയുള്ള ഭക്ഷണം കൊടുത്ത ബ്രാഹ്മണനും കുടുംബവും ഇരിക്കുന്ന ആ വീട്ടിലെ മണ്ണിൽ കിടന്നുരുണ്ടപ്പോഴാണ് കീരിയുടെ ശരീരം സ്വർണ്ണ നിറമായത്. അതായിരുന്നു കീരി പറഞ്ഞ യജ്ഞശാല. അതായത് തനിക്ക് ആകെയുള്ള ഭക്ഷണത്തെ പങ്കുവയ്ക്കാൻ തയ്യാറായ ആ മഹാമനസ്സാണ് യഥാർത്ഥ യജ്ഞം. അതാണ് യഥാർത്ഥ യജ്ഞം എന്ന് കീരി പറഞ്ഞ കഥയിലൂടെ മഹാരാജാവ് മനസ്സിലാക്കി. യുധിഷ്ഠിരന് അപ്പോൾ തന്നെ തനിക്ക് സംഭവിച്ചത് എന്ത് എന്ന്, തനിക്കുണ്ടായ അഹങ്കാരം എന്ത് എന്ന് മനസ്സിലായി. ഒരു യജ്ഞം നടത്തുവാൻ തനിക്ക് എത്ര കഴിവുണ്ട്, പക്ഷേ ആ ബ്രാഹ്മണന് ഒരു കഴിവില്ല എങ്കിൽ പോലും അദ്ദേഹം നടത്തിയത് ഒരു മഹായജ്ഞമാണ്. അത്തരം യജ്ഞങ്ങളാണ് ഈ പ്രകൃതി സ്വീകരിക്കുന്നത്, ഈ പ്രപഞ്ചം സ്വീകരിക്കുന്നത്. പരബ്രഹ്മത്തിലേക്ക്, മോക്ഷപ്രാപ്തിയിലേക്ക് ഓരോ മനുഷ്യ മനസ്സിനെയും നടത്തിക്കുന്നത്. ഈ തിരിച്ചറിവോടുകൂടി യുധിഷ്ഠിരൻ ആ കീരിയെ തന്നെ വണങ്ങി. ഒപ്പം ഇത്ര വലിയൊരു തിരിച്ചറിവ് തനിക്ക് ലഭിച്ചതിന് സ്വയം സമർപ്പണത്തിന് തയ്യാറായി. ആത്മബന്ധു, ഓർക്കൂ, കയ്യിലൊന്നുമില്ല എന്ന് കരുതി വേദനിക്കരുതേ. വിശാലമായൊരു മനസ്സുണ്ട് എങ്കിൽ, നമുക്കുള്ളതെല്ലാം നൽകാൻ തയ്യാറുണ്ട് എങ്കിൽ, കരുണാർദ്രമായി ഈ ലോകത്തെ നോക്കാൻ കെൽപ്പുണ്ട് എങ്കിൽ നമ്മൾ ധനികരാണ്. ഒരു മഹായജ്ഞം നടക്കുവാനുള്ള പ്രാപ്തി നമ്മിലുണ്ട്. ഓർക്കുക, നമ്മൾ ഓരോരുത്തരും സമ്പന്നരാണ് മനസ്സുകൊണ്ട്. ആത്മബന്ധു, ശുഭരാത്രി.